Good morning, all. Today in this class, we are going to study about quartiles. Okay. Now let us see what is meant by quartile. The values which divide the given distribution into four equal parts are known as quartile. Quartile എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂസിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് തന്നേക്കുന്ന ഡിസ്ട്രിബ്യൂഷനെ, അതായത് തന്നേക്കുന്ന ഫ്രീക്വൻസി, ആ ഡേറ്റയെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് ക്വാർട്ടൈൽസ്. ഈ 4 ക്വാർട്ടൈൽസിനെ നമുക്ക് 4 ഡിഫറെൻറ്റ് പേരിൽ കാണിക്കാം. Q1, Q2, Q3, Q4. സാധാരണ Q4 എന്നൊരു ടേം യൂസ് ചെയ്യാറില്ല. കാര്യം Q4 എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പാണ്, 100% ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അത് നമ്മൾ നോക്കാറില്ല. Q1, Q2, Q3 ആണ് നമുക്ക് നോക്കേണ്ടത്. Q1 means first quartile, Q2 means second quartile and Q3 means third quartile. ഇതിൽ സെക്കൻഡ് ക്വാർട്ടൈൽ അഥവാ Q2വിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് മീഡിയൻ. സോ മീഡിയൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് നത്തിങ് ബട്ട് ദ സെക്കൻഡ് ക്വാർട്ടൈൽ. Q2 എന്ന് പറയുന്നതാണ് സെക്കൻഡ് ക്വാർട്ടൈൽ, മീഡിയൻ. സെക്കൻഡ് ക്വാർട്ടൈൽ അല്ലെങ്കിൽ മീഡിയൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മീഡിയൻ ഇല്ലേ, ആ മീഡിയൻ തന്നെ. ഓക്കെ. ദെൻ ഇതിൻ്റെ ഡെഫിനിഷൻ പറയാനാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഫിഗർ വലതുവശം മുകളിൽ കാണിച്ചേക്കുന്നതുണ്ടോ? ഫിഗറല്ല, ജസ്റ്റ് കുറച്ച് ലൈൻസ്. ആദ്യമേ ഒരു ആരോ പോലെ ഹൊറിസോണ്ടലി വരച്ചേക്കുന്നത് ബേസ് ലൈൻ എന്ന് കാണിച്ചിട്ടുണ്ട്, അതായത് താഴത്തെ ലൈൻ. എന്നിട്ട് തന്നേക്കുന്ന ഡേറ്റേനെ 4 ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ആ 4 ലൈൻസ്, 4 ഗ്യാപ്പില്ലേ, ഏറ്റവും താഴത്തെ ലൈൻ്റെയും 100% എന്ന് കാണിച്ചേക്കുന്ന ഏറ്റവും മുകളിലെ ലൈനിൻ്റെ ഇടയിൽ 1, 2, 3, 4 കണ്ടോ, 4 ഉണ്ട്. ദെൻ ഈ പറയുന്ന ബേസ് ലൈനിൽ നിന്നും ആദ്യത്തെ ലൈനാണ് Q1, അതായത് 25% ഒരു ഏരിയ. ദെൻ ബേസ് ലൈനിൽ നിന്ന് Q2 എന്ന് പറയുന്നത് 50% വരുന്ന ഏരിയ. ബേസ് ലൈനിൽ നിന്ന് Q3 എന്ന് പറയുന്നത് 75%, ബേസ് ലൈനിൽ നിന്ന് ഏറ്റവും ടോപ്പ് Q4 വരുന്നത് 100%. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇതാണ്. Q1 അഥവാ ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് കണ്ടാൽ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ വാല്യൂ വിച്ച് ഹാസ് 25% ഐറ്റംസ് ബിലോ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ബിലോ ഇറ്റ്. അതായത് Q1ൻ്റെ താഴെ എപ്പോഴും എത്ര പെർസെൻറ്റേജ് ആൾക്കാരുണ്ടാവും? 25% ആൾക്കാരുണ്ടാവും. Q2ൻ്റെ താഴെയോ 50%, Q3യുടെ താഴെയോ 75%, Q3യുടെ താഴെയായിരിക്കും. ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നൗ ലെറ്റ് us see how to find quartiles. Computation of quartiles. ഇതും നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ 3 സീരീസിൻ്റെ 3 ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസ്, ദെൻ ഡിസ്ക്രീറ്റ് സീരീസ്, ദെൻ കണ്ടിന്യൂസ് സീരീസ്. 3നും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ആദ്യം ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ അഥവാ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ഇക്വേഷനും പ്രോബ്ലവും നോക്കാം. മീഡിയൻ കാണാൻ, മീഡിയൻ അഥവാ Q2 കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. സൈസ് ഓഫ് n+1/2th ഐറ്റം. നമ്മൾ സാധാരണ അവിടെ മീഡിയൻ പഠിച്ചപ്പോഴും ഡിസ്ക്രീറ്റ് സീരീസിന് ഇൻഡിവിജ്വൽ സീരീസിന് ഇതേ ഇക്വേഷൻ തന്നെയായിരുന്നു യൂസ് ചെയ്തത്, സൈസ് ഓഫ് n+1/2th ഐറ്റം. ഇനി Q1 അഥവാ ഫസ്റ്റ് ക്വാർട്ടൈൽ കാണണമെങ്കിൽ സൈസ് ഓഫ് n+1/4th ഐറ്റം. n എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി തന്നെയാണ്, ദെൻ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. ദെൻ Q3 എന്ന് വെച്ചാൽ സൈസ് ഓഫ് 3 × n+1/4th ഐറ്റം. ഈ ഇക്വേഷൻ ജസ്റ്റ് പഠിച്ചാൽ മതി. Q1 കാണാൻ, Q2 കാണാൻ, Q3 കാണാനുള്ള ഇക്വേഷൻസ്. നമുക്ക് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 34. ഫസ്റ്റ് പ്രോബ്ലം. ഫോളോയിങ് ആർ ദ ഡെയിലി വേജസ് ഓഫ് 10 വർക്കേഴ്സ് ഓഫ് എ ഫാം. ഒരു കമ്പനിയിലെ 10 വർക്കേഴ്സിൻ്റെ ദിവസക്കൂലിയാണ്, ഡെയിലി വേജ് ആണ് കാണിച്ചിരിക്കുന്നത്. 120, 130 അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഒറ്റ ഡേറ്റയിലേ തന്നിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് എ ഇൻഡിവിജ്വൽ സീരീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ. ഫ്രീക്വൻസി ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ഔട്ട് മീഡിയൻ ആൻഡ് ക്വാർട്ടൈൽസ്. മീഡിയനും കാണണം, ക്വാർട്ടൈലും കാണണം, വിച്ച് മീൻസ് Q1, Q2, Q3 മൂന്നും കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം മീഡിയൻ കാണാം. മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? സൈസ് ഓഫ് n+1/2th ഐറ്റം അല്ലേ. ഇവിടെ n എത്രയാ? എത്ര ഐറ്റംസ് തന്നിട്ടുണ്ട്? എണ്ണി നോക്കിയേ.
10 ഐറ്റംസ് തന്നിട്ടുണ്ട് അല്ലേ, അല്ലേ തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10 വർക്കേഴ്സിൻ്റെ സാലറിയാണ് അല്ലെ വേജാണ്. അപ്പം n ഈക്വൽ ടു 10. അപ്പോൾ സൈസ് ഓഫ് n+1/2 ഐറ്റത്തിന് പകരം സൈസ് ഓഫ് 10+1/2 ഐറ്റം. അപ്പം നമുക്ക് കിട്ടുന്നത് സൈസ് ഓഫ് 11/2 ഐറ്റം എന്ന് കിട്ടും. 11/2 എന്ന് വെച്ചാൽ 5.5. അപ്പോൾ സൈസ് ഓഫ് 5.5 ഐറ്റം എന്ന് കിട്ടും. അങ്ങനെ ഒരു ഐറ്റം നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുമോ? ഇപ്പോൾ 6th ഐറ്റം എന്ന് പറഞ്ഞാൽ ഏതെടുക്കും? 1 2 3 4 5 6 150 എടുക്കാം. അതേസമയം 5th ഐറ്റം എന്ന് പറഞ്ഞാൽ 160 എടുക്കാം. അങ്ങനെ അല്ലെ 10th ഐറ്റം എന്ന് വെച്ചാൽ 200 എടുക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു നമ്പർ അല്ല, ഒരു ഡെസിമൽ പോലെയാണ് വന്നേക്കുന്നത്. എങ്ങനെ? സൈസ് ഓഫ് 5.5 ഐറ്റം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ നടുക്ക് വരുന്ന 2 ടേംസ് തമ്മിൽ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2. അതും അല്ലെങ്കിൽ കോമൺ ആയിട്ട് പഠിക്കാൻ നല്ലത് ഇതാണ്. 5.5 ഐറ്റം എന്ന് വെച്ചാൽ 5.5 ആരുടെ ഇടയിലാണ് വരുന്നത്? 5ൻ്റെയും 6ൻ്റെയും ഇടയിലാണ്. കറക്റ്റ് നടുക്കല്ലേ 5.5 വരുന്നത്. അപ്പോൾ സൈസ് ഓഫ് 5th ഐറ്റവും സൈസ് ഓഫ് 6th ഐറ്റവും തമ്മിൽ കൂട്ടി ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതായത് 150. എണ്ണി നോക്കിയേ, 5th ഐറ്റം ഏതാ? 150. എണ്ണി നോക്കുമ്പോൾ 6th ഐറ്റം ഏതാ? 160. അപ്പോൾ 150 + 160/2, അതായത് 310/2 അഥവാ 155 എന്ന് കിട്ടും. ഇതൊരു മെത്തേഡ്. അതല്ലെങ്കിൽ സൈസ് ഓഫ് 5.5 ഐറ്റം കിട്ടിയതിന് ശേഷം ചെയ്യേണ്ടത് ഈ 5.5 ആരുടെ ഇടയിലാണ്? 5ൻ്റെയും 6ൻ്റെയും ഇടയിൽ തന്നെയാണ്. ദാറ്റ് മീൻസ് 5.5നെ 5 + 0.5 എന്ന് എഴുതിക്കൂടെ? നോക്കിയേ, 5.5നെ 5 + 0.5 എന്ന് എഴുതാമല്ലോ. അതായത് സൈസ് ഓഫ് 5th ഐറ്റം പ്ലസ് സൈസ് ഓഫ് 0.5th ഐറ്റം എന്ന രീതിയിൽ എടുക്കാം. അപ്പോൾ സൈസ് ഓഫ് 5th ഐറ്റം, 5ാമത്തെ ഐറ്റത്തിൻ്റെ സൈസ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ നോക്കാം. 5ാമത്തെ എണ്ണം എത്രയാണ്? ഓക്കെ, 1 2 3 4 5 150 അല്ലേ. ദെൻ പ്ലസ് 0.5th ഐറ്റം എന്ന് പറഞ്ഞു. അത് ഏതിൻ്റെ എടുക്കണം? ഈ പറഞ്ഞ 5.5 5ൻ്റെയും 6ൻ്റെയും ഇടയിലല്ലേ. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ 0.5 എടുക്കണം. 5th ഐറ്റവും 6th ഐറ്റവും ഏതൊക്കെയാണ്? 160യും 150യും അല്ലേ. അത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. തമ്മിൽ ഡിഫറൻസ് നോക്കിയാൽ എത്രയാണ്? എത്ര വരും ഡിഫറൻസ്? 10. അപ്പോൾ 0.50 × 10, അതായത് 150 + 5 155 എന്ന് കിട്ടും.